തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ രോഗിക്ക് ചികിത്സ നിഷേധിച്ചതായി പരാതി. പുനലൂർ സ്വദേശി സുരേന്ദ്രനാണ് ഒരു ദിവസം പിന്നിട്ടിട്ടും ഡോക്ടർമാർ തിരിഞ്ഞു നോക്കാത്ത ദുരനുഭവം നേരിടേണ്ടി വന്നത്. കഴിഞ്ഞ ദിവസം രാത്രിയാണ് പുനലൂർ സ്വദേശി സുരേന്ദ്രനെ അബോധാവസ്ഥയിൽ മെഡിക്കൽ കോളേജിൽ എത്തിക്കുന്നത്. എന്നാൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച് മണിക്കൂറുകൾ പിന്നിട്ടിട്ടും ഒരു മുതിർന്ന ഡോക്ടർ പോലും രോഗിയെ പരിശോധിക്കാൻ തയ്യാറായിട്ടില്ലെന്ന് മകൻ സുധീഷ് പറയുന്നു. ക്രിട്ടിക്കലായിട്ടുള്ള ഒരാൾ ഒരു സീനിയർ ഡോക്ടർ പോലും വന്ന് നോക്കിയിട്ടില്ല അച്ഛൻ ഇതുവരെ. ഇപ്പം അതായത് ഇന്നലെ 12:30 കൊണ്ടുവന്ന് ഇന്ന് ഇപ്പം സമയം 7:30ആയി. ഇപ്പം ഇന്ന് 7:15 കുറച്ച് ഡോക്ടർമാരൊക്കെ വന്ന് നമ്മൾ വലിയ പ്രശ്നം ഉണ്ടാക്കി പല ആൾക്കാരുടെ അടുത്തും വിളിച്ചു പറഞ്ഞ് 7:15 ഇപ്പം ഡോക്ടർമാർ വന്നത്. കാരണം മേലത്തെ ഒന്നാം നിലയിലെ ഫസ്റ്റ് ഫ്ലോറിലെ 1-ാം വാർഡിൽ 25-ാമത്തെ ബെഡിലാണ് എൻ്റെ അച്ഛൻ കിടക്കുന്നത്. ആ വാർഡിൽ കിടക്കുന്ന ഏറ്റവും മോശം കണ്ടീഷൻ എൻ്റെ അച്ഛന് ബോധമില്ല, ഒരാളെയും തിരിച്ചറിയത്തില്ല, ആഹാരം കഴിക്കുന്നില്ല, വെള്ളം കുടിക്കുന്നില്ല, വെള്ളം കുടിക്കാൻ പറഞ്ഞ അച്ഛൻ അറിയത്തില്ല, ആ കണ്ടീഷനിൽ കിടക്കുക. എന്നിട്ട് പോലും ഞാൻ രാവിലെ തൊട്ട് ഒരു 100 പ്രാവശ്യമെങ്കിലും ഞാൻ ഡോക്ടർമാരുടെ അടുത്ത്, ഞാനും ഉണ്ടായിരുന്നു, നമ്മുടെ 2 സുഹൃത്തുക്കളുണ്ടായിരുന്നു, എൻ്റെ അമ്മയുണ്ട്, അവർ സുഹൃത്തുക്കൾ 2 പോയി. ഞങ്ങൾ പല ഡോക്ടർമാരുടെ അടുത്ത് നിന്ന് പറയുന്നു. ഈ ഓരോ വട്ടം പറയുമ്പോൾ ഓരോ ഡോക്ടറാണ് വരുന്നത്. അവർ വന്ന് എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടങ്ങ് പോകും. അത്രയും നേരം ചേട്ടാ ഒരു അവർ പറയുന്നത്, എന്നിട്ട് അവർ ബുക്ക് എടുത്ത് കാണിച്ചിട്ട് വന്ന് സീനിയർ ഡോക്ടർ സൈൻ ചെയ്തിട്ടുണ്ട്. സീനിയർ ഡോക്ടർ വന്ന് നമ്മുടെ ബെഡിലൊന്നും വന്നിട്ടില്ല. ഡോക്ടർ അങ്ങ് അറ്റത്തെ ഡോക്ടറിൻ്റെ ആ ടേബിളിൽ പോയിരിക്കും, ഇവരെല്ലാം കൂടെ കൂട്ടം കുടിക്കും, അവിടെ പോയിട്ടാണ് സൈൻ ചെയ്തത്. മെഡിക്കൽ വിദ്യാർത്ഥികൾ വന്ന താൽക്കാലിക പരിശോധനകൾ നടത്തുകയല്ലാതെ കൃത്യമായ ചികിത്സയോ മരുന്നോ നൽകാൻ അധികൃതർ തയ്യാറാകുന്നില്ലെന്നാണ് മകൻ വ്യക്തമാക്കുന്നത്. ചികിത്സ വൈകുന്ന ഓരോ നിമിഷവും രോഗിയുടെ ജീവന് തന്നെ ഭീഷണിയാകുന്ന അവസ്ഥയാണ്. കഴിഞ്ഞ ദിവസം ചികിത്സ കിട്ടാതെ നെയ്യാറ്റിൻകരയിൽ രാജേഷ് എന്നയാൾ മരണപ്പെട്ടിരുന്നു. പിന്നാലെയാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലും ചികിത്സാ നിഷേധം സംഭവിക്കുന്നത്. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.